കാരണം എന്തുകൊണ്ടാണ് കൂടെ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ വിഷയം മറന്നിട്ട് വന്നതാണ്. ഏതായാലും ഇതിൻ്റെ അകത്ത് പോയി കാര്യങ്ങൾ കണ്ടതിന് ശേഷം പിന്നീട് നിങ്ങളെ കാണാം. അല്ല, ഏതായാലും പ്രിൻസിപ്പളിലും ബന്ധപ്പെട്ടവരെ കണ്ടതിന് ശേഷം കാര്യങ്ങൾ പറയാം. ഇപ്പോൾ കോഴിക്കോട് MP MK രാഘവൻ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നുണ്ട്. അവിടെ പുക ഉയർന്നതിന് തൊട്ടു പിന്നാലെയാണ് വലിയ പ്രതിഷേധം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ പ്രതിഷേധം അവിടെ ഉണ്ട്. യൂത്ത് ലീഗ് പ്രവർത്തകരും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അവിടെ പുക ഉയർന്നത്, പൊട്ടിത്തെറി ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടക്കുന്നതേയുള്ളൂ. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നും ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് പുക ഉയർന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് യഥാർത്ഥ കാരണം എന്ന് വ്യക്തമായിട്ടുണ്ടോ? അവിടെ രോഗികൾ ഉണ്ടായിരുന്നോ ഈ പുക ഉയർന്ന ആ മേഖലയിൽ? എന്തൊക്കെയാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിവരങ്ങൾ, അഭിജിത്ത്? ഉന്മേഷ്, ഇങ്ങനെ പുക ഉയരുന്നതിലേക്ക് നയിച്ച കാരണം എന്ത് എന്നത് നിലവിൽ വ്യക്തമായിട്ടില്ല. പക്ഷേ ഒരു വ്യക്തത നമുക്ക് ഉടൻ തന്നെ വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ MK രാഘവൻ MP ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കാഷ്വാലിറ്റിയിലെ അത്യാഹിത വിഭാഗത്തിലെ 6ാം നിലയിലാണ് ഈ പുക ഉയരുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അവിടെ ഈ 6ാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്ററാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നിലവിൽ രോഗികളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ 3ഉം 4ഉം നിലകളിൽ രോഗികൾ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ തീപിടുത്തമുണ്ടായി, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, പുക ഉയർന്നതിന് പിന്നാലെ ഈ കെട്ടിടം പൂർണ്ണമായും ഒഴിപ്പിച്ചിരുന്നു. രോഗികളെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കും ബീച്ച് ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ മാറ്റി. പക്ഷേ പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടി അതിൽ ചില രോഗികളെ ഇവിടേക്ക് തിരികെ പ്രവേശിപ്പിച്ചിരുന്നു. ഈ തിരികെ ഇവരെ പ്രവേശിപ്പിച്ച് അല്പസമയം കഴിഞ്ഞതിന് ശേഷം, അതായത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇങ്ങനെ വീണ്ടും ഒരു പുക ഉയരുന്നത്, ഒരു പരിഭ്രാന്തിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം അനുസരിച്ച് നേരത്തെ പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടക്കുകയായിരുന്നു. അതിനിടയിൽ ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു, പുക ഉയരുന്നു. ഇതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നിലവിൽ നൽകുന്ന വിശദീകരണം. പക്ഷേ അക്കാര്യത്തിലും നമുക്കൊരു വ്യക്തമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ അതിലൊരു കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കിയത് പുക പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്നാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പുക വലിച്ചെടുക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങളൊക്കെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പുക പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന അക്കാര്യത്തിൽ വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 50-നടുത്ത് രോഗികൾ ഈ കെട്ടിടത്തിൽ ഇപ്പോഴുണ്ടായിരുന്നു. അതായത് നേരത്തെ ഒരു അപകടമുണ്ടായ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് രോഗികളെ ഒഴിപ്പിച്ചു. പക്ഷേ ഇന്ന് വീണ്ടും ഇവിടേക്ക് രോഗികളെ എത്തിച്ചു. അങ്ങനെ രോഗികളെ എത്തിച്ചത് പൂർണ്ണമായി ഈ കെട്ടിടം പ്രവർത്തന സജ്ജമാണ് എന്ന് വിലയിരുത്തിയതിനു ശേഷമാണോ? അതായത് സുരക്ഷാ വീഴ്ച ഇനി ഉണ്ടാകില്ല, അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പൂർണ്ണമായി വിലയിരുത്തിയതിനു ശേഷമാണോ രോഗികളെ വീണ്ടും ഇവിടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുതന്നെയാണ് ഒരു രാഷ്ട്രീയ ആരോപണമായി നിലവിൽ ഇവിടെ ഉയരുകയും ചെയ്യുന്നത്. ഇപ്പോൾ MK രാഘവൻ MP പ്രതികരിക്കുന്നത്, അദ്ദേഹം അകത്തേക്ക് പോവും, അത് പോയി വന്നതിന് ശേഷം അക്കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുമായി പ്രതികരിക്കാം, എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായ മറുപടി തരാം എന്നാണ് നിലവിൽ MK രാഘവൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ഗുരുതരമായ സാഹചര്യമാണ് എന്ന് പറയാതെ വയ്യ ഉന്മേഷ്. കാരണം ഒരു പ്രശ്നമുണ്ടാകുന്നു, ഒരു തീപിടുത്തം, അതിനുശേഷം പുക ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അതിനുശേഷം രോഗികളെ മുഴുവൻ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നു. അതിൽ പിന്നാലെ ഇവിടേക്ക് ആരോഗ്യമന്ത്രി നേരിട്ടെത്തിയതാണ്. ഒരു ഉന്നതതല മീറ്റിംഗ് ചേർന്നതാണ്, മെഡിക്കൽ കോളേജ് അധികൃതർ ഉൾപ്പെടെ ചേർന്ന ഒരു മീറ്റിംഗ് ചേർന്നതാണ്. ആ മീറ്റിംഗിൽ പറഞ്ഞത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു പഠനം നടക്കും, ഒരു അന്വേഷണം നടക്കും.